2017 എച്ച് വിനോദ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു സിനിമ തമിഴിൽ റിലീസായി. തീരൻ അധികാരം ഒன்று. ഇതായിരുന്നു ആ സിനിമ. 1995 മുതൽ 2005 വരെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിലെ ഹൈവേകളോട് ചേർന്നുള്ള വീടുകളിൽ മോഷണവും കൊലപാതകവും നടത്തിയിരുന്ന ബവാരിയ എന്ന ഉത്തരേന്ത്യൻ ഗോത്ര വിഭാഗക്കാരെ പിടികൂടാൻ തമിഴ്നാട് പോലീസ് രാജ്യത്താകമാനം നടത്തിയ അന്വേഷണമായിരുന്നു കാർത്തി നായകനായ ഈ സിനിമയുടെ പ്രമേയം. 2017 ഡിസംബറിൽ കാസർഗോഡ്, എറണാകുളം ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ നടന്ന മോഷണങ്ങൾക്ക് ഈ സിനിമയിലെ മോഷണ രംഗവുമായി സാദൃശ്യമുണ്ടായിരുന്നു. ഈ സിനിമ പുറത്തിറങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തമിഴ്നാട്ടിൽ ഒരു മോഷണം നടന്നു. തമിഴ്നാട്ടിലെ ഒരു ജൂവലറി കുത്തിത്തുറന്ന് സ്വർണം കൊള്ളയടിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു. ഈ കവർച്ചയിൽ തമിഴ്നാട് പോലീസിൻ്റെ അന്വേഷണം രാജസ്ഥാനിലെത്തി. പ്രതികളെ അവിടെ നിന്ന് പിടികൂടി. പക്ഷേ പ്രതികളെ പിടികൂടാൻ നടത്തിയ ഏറ്റുമുട്ടലിനിടയിൽ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന പെരിയ പാണ്ഡ്യൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. എന്നാൽ ആർക്കും ജീവഹാനി സംഭവിച്ചില്ലെങ്കിൽ പോലും സമാനമായ കവർച്ചകൾ കേരളത്തിലും നടന്നു. കേരള പോലീസിലും മിടുക്കന്മാരായ വേട്ടക്കാരുണ്ട്. കള്ളന്മാരെയും കൊലപാതകികളെയും തേടി ഉത്തരേന്ത്യൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അലയുന്ന ഒന്നാം തരം വേട്ടക്കാർ. പാതിരാത്രിയിലായിരിക്കും ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാനായി മേലുദ്യോഗസ്ഥൻ്റെ വിളിയെത്തുന്നത്. ആകെയുള്ള തുമ്പ് കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്നയാളിൻ്റെ പേരോ ഫോട്ടോയോ മാത്രമായിരിക്കും. ജീവൻ പണയം വെച്ച് ഉത്തരേന്ത്യയിലെയും മറ്റും ഉൾഗ്രാമങ്ങളിൽ പോയി പ്രതികളെ പിടികൂടണം. പ്രതികളെ പിടിക്കുന്ന പ്രത്യേക സംഘങ്ങളുടെ പേര് കേസ് രേഖകളിൽ ഉണ്ടാകാറില്ല. യൂണിഫോമോ കൃത്യമായ ഡ്യൂട്ടി സമയമോ അവർക്കുണ്ടാകില്ല. ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കണം. അതാണ് അവരുടെ ഡ്യൂട്ടി. 2009 നവംബർ 22 തലസ്ഥാന നഗരത്തിലെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. സ്റ്റേഷന് വെളിപ്പാടകലെയുള്ള കണ്ണമൂലയിലെ ഒരു വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു. വീട്ടുകാരെ കെട്ടിയിട്ടിട്ടാണ് കവർച്ച നടത്തിയിരിക്കുന്നത് എന്നു മാത്രമല്ല, കവർച്ച കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബെൻസ് കാറും കള്ളന്മാർ കൊണ്ടുപോയി. കവർച്ചക്കാർ പോയതിനു ശേഷം എങ്ങനെയോ കയ്യിലെ കെട്ടഴിച്ച വീട്ടിലെ ഒരാൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ പാടെ പോലീസ് സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. അവിടെ എത്തിയപ്പോഴാണ് പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലായത്. വലിയ ഗേറ്റും മതിലുമൊക്കെയായി അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വീടായിരുന്നു അത്. ഇതെല്ലാം മറികടന്ന് എങ്ങനെയാണ് കള്ളന്മാർ അകത്തു കയറിയത്? ഇതായിരുന്നു പോലീസിനെ അത്ഭുതപ്പെടുത്തിയത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ വീടും പരിസരവുമൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചു. ആ പരിശോധനയ്ക്കിടയിൽ മോഷ്ടിക്കപ്പെട്ട കാർ പാർക്ക് ചെയ്തിരുന്ന ഭാഗത്തു നിന്ന് നഗരത്തിലെ തന്നെ ഒരു സ്വർണ്ണക്കടയുടെ സമ്മാന കൂപ്പൺ പോലീസിനു കിട്ടി. ആ സമ്മാന കൂപ്പണിൽ ഒരാളുടെ മേൽവിലാസമുണ്ടായിരുന്നു. ഒരു സ്വപ്നിൽ ഗെയ്ക്വാദ്. അയാളുടെ പേരിലുള്ളതായിരുന്നു ആ സമ്മാന കൂപ്പൺ. ആ കടയിൽ നിന്ന് സ്വർണം വാങ്ങിയപ്പോഴാണ് അയാൾക്ക് ആ കൂപ്പൺ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ആ സ്വർണ്ണക്കടക്കാർക്ക് അറിയാമായിരിക്കണം. പോലീസുകാർ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. പോലീസ് ഉടൻ തന്നെ ആ സ്വർണ്ണക്കടയിലെത്തി. CCTV ക്യാമറ പരിശോധിച്ചു. ആ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് സ്വപ്നിൽ ഗെയ്ക്വാദും കൂട്ടുകാരും കടയിൽ വന്നിരുന്നു എന്നുറപ്പായി. കടയിൽ നിന്ന് സ്വർണം വാങ്ങിയപ്പോൾ അവരുടെ സമ്മാന പദ്ധതിയുടെ കൂപ്പൺ സ്വപ്നിൽ ഗെയ്ക്വാദിന് കൊടുത്തിരുന്നു. അന്നത്തെ മെഡിക്കൽ കോളേജ് CI V സുരേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പിന്നെ വൈകിയില്ല. സുരേഷ് കുമാറും 4 പോലീസുകാരും ഉൾപ്പെട്ട 5-അംഗ സംഘം പൂനെയിലേക്ക് യാത്ര തിരിച്ചു. മോഷണം നടന്ന കണ്ണമൂലയിലെ ആ വീട്ടിൽ നിന്ന് കവർച്ച നടത്തിയവരുടെ വിരലടയാളങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ആ വിരലടയാളങ്ങളുമായി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ അന്വേഷണ സംഘം നേരെ പോയത് പൂനെയിലെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്കാണ്. അവിടെ നിന്ന് അവർക്കൊരു വിവരം കിട്ടി. തമിഴ്നാട്ടിലെ താമ്പരത്തും ഇതേ രീതിയിൽ ഒരു കവർച്ച നടന്നിട്ടുണ്ട്. ആ കവർച്ച സംഘത്തിൽ ഉണ്ടായിരുന്നത് 8 പേരായിരുന്നു. അവർ സംസാരിച്ചത് മുറി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിരുന്നു എന്ന് കവർച്ച നടന്ന വീട്ടിലെ ആളുകൾ പോലീസിനോട് പറഞ്ഞിരുന്നു. കവർച്ചയ്ക്ക് ശേഷം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും കള്ളന്മാർ കൊണ്ടുപോയി. ഇതിനിടയിൽ കണ്ണൂരും മംഗലാപുരത്തും സമാനമായ രീതിയിലുള്ള കവർച്ചകൾ നടന്നതായി പോലീസിന് വിവരം കിട്ടി. താമസിയാതെ അതാതിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റുകൾ പൂനെയിലെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ എത്തിച്ചു. തിരുവനന്തപുരത്തു നിന്ന് പോയ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത് സ്വപ്നിൽ ഗെയ്ക്വാദ് എന്ന പേരും സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടിയ അത്ര വ്യക്തമല്ലാത്ത CCTV ദൃശ്യങ്ങളുമായിരുന്നു. താമസിയാതെ സംഘം പൂനെയിൽ അന്വേഷണം തുടങ്ങി. അവരുടെ അന്വേഷണത്തിൽ പൂനെയിൽ സ്വപ്നിൽ ഗെയ്ക്വാദ് എന്ന പേരിൽ 600ഓളം പേരുണ്ടെന്ന് കണ്ടെത്തി. അതിൽ കുറേ പേരെ കണ്ടെത്തി പരിശോധിച്ചു. അക്കൂട്ടത്തിലൊന്നും തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നിൽ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി.
പൂനെ നഗരത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ മോഷ്ടാക്കളുടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ അന്വേഷണ സംഘം വളരെ രഹസ്യമായി അന്വേഷണം നടത്തി. പക്ഷേ ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താമ്പരത്ത് മോഷണം നടത്തിയ ആളുടെ വിരലടയാളം ഫിംഗർ പ്രിൻ്റ് വിദഗ്ധർ തിരിച്ചറിഞ്ഞത്. അയാളുടെ പേര് രാജു എന്നായിരുന്നു. അഹമ്മദ് നഗർ ജില്ലയിലെ അശോക് നഗറിൽ താമസക്കാരൻ. കണ്ണമൂലയിൽ നടന്ന കവർച്ചക്കാരുടെ കൂട്ടത്തിലും രാജു ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ അയാളെ കണ്ടെത്തുന്നത് വെല്ലുവിളിയാണ്. അവിടുത്തെ പോലീസിൽ കള്ളന്മാരുടെ ചാരന്മാരുണ്ട്. എവിടെ നിന്നെങ്കിലും പോലീസുകാർ അന്വേഷിച്ചെത്തിയാൽ ആദ്യം ചെല്ലുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. പോലീസുകാരെ വിശ്വസിച്ചായിരിക്കും അവരോട് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അപ്പോഴേക്കും വിവരം കള്ളന്മാരെ അറിയിച്ചിട്ടുണ്ടാകും ഈ പോലീസുകാർ. അതായിരുന്നു അവിടുത്തെ പോലീസ്. ഒറ്റ മോഷണത്തിൽ 40-50 ലക്ഷം രൂപയുടെ മോഷണങ്ങൾ നടത്തുന്ന ആളായിരുന്നു രാജു. മോഷണ മുതലിൻ്റെ ഒരു പങ്ക് അയാൾ കൃത്യമായി പോലീസുകാർക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ പോലീസിന് രാജുവിനോട് മമതയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോയ പോലീസ് സംഘത്തിനും ഈ വെല്ലുവിളി ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീറാംപൂരിലെ സ്ക്വാഡിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപ്പക്കാരായ ചില പോലീസുകാർ ഇവരുടെ സഹായത്തിനെത്തുന്നത്. പോലീസുകാരുടെ ചില ഇൻഫോർമർമാർ ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. അവരിൽ ചിലരെ സ്ക്വാഡിലെ പോലീസുകാർ സുരേഷ് കുമാറിനും സംഘത്തിനും പരിചയപ്പെടുത്തി കൊടുത്തു. രാജുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ആ ഇൻഫോർമർമാർ ആവശ്യപ്പെട്ടത് 10,000 രൂപയായിരുന്നു. അങ്ങനെ 10,000 രൂപ കൊടുത്തപ്പോൾ രാജുവിൻ്റെ വീട് അയാൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. ഈ സ്ക്വാഡിലെ പോലീസുകാരുടെ സഹായത്തോടെ തന്നെ വാടകയ്ക്കെടുത്ത ഒരു മാരുതി ഒമിനി വാനിലും 2 ബൈക്കുകളിലുമായി അന്വേഷണ സംഘം രാജുവിനെ തേടി പുറപ്പെട്ടു. കിലോമീറ്ററുകളോളം നീളുന്ന വിജനമായ കരിമ്പിൻ പാടത്തിന് നടുവിലൂടെയായിരുന്നു ആ യാത്ര. കരിമ്പിൻ പാടം പിന്നിട്ട് ചെല്ലുമ്പോഴാണ് ഉൾപ്രദേശത്തുള്ള രാജുവിൻ്റെ വീട്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള പോലീസുകാർക്ക് പ്രദേശവാസികളായ ആരുടെയെങ്കിലും സഹായമില്ലാതെ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. അന്വേഷണ സംഘം രാജുവിൻ്റെ വീടിനടുത്തെത്തി. അയാളെയും കാത്തുനിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ജുവലറിയിൽ നിന്നു കിട്ടിയ CCTV ദൃശ്യത്തിലുള്ള ഒരാൾ മുന്നിലെത്തി. അത് സംഘത്തിലെ രണ്ടാമനും രാജുവിൻ്റെ അനുജനുമായ വികാസായിരുന്നു. അപരിചിതരെ കണ്ടപ്പോൾ വികാസിന് അപകടം മണത്തു. അത് മനസ്സിലാക്കിയ പോലീസുകാർ ബലം പ്രയോഗിച്ച് വികാസിനെ വാനിനുള്ളിൽ കയറ്റി. വികാസിനെയും കൊണ്ട് സംഘത്തിലെ ഒരു കൂട്ടർ മടങ്ങിപ്പോന്നു. മറ്റുള്ളവരാകട്ടെ അവിടെ രാജുവിനെ കാത്തുനിന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിൽ രാജു എത്തി. തന്നെ കാത്തുനിൽക്കുന്ന അപരിചിതർ പോലീസുകാരാണെന്ന് രാജുവിന് മനസ്സിലായി. അയാൾ ബൈക്ക് ഉപേക്ഷിച്ച് കരിമ്പിൻ കാട്ടിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും രാജുവിനെ പിടിക്കാനായില്ല. പിടികൂടിയ വികാസുമായി പോലീസ് സംഘം ശ്രീറാംപൂർ പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ കേരള പോലീസുമായി സഹകരിക്കാൻ അവിടുത്തെ പോലീസുകാർ തയ്യാറായില്ല. രാജുവിൻ്റെ ഗ്രാമത്തിലുള്ളവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എത്രയും വേഗം വികാസിനെയും കൊണ്ട് പൊയ്ക്കൊള്ളാനുമായിരുന്നു ഇവരുടെ ഉപദേശം. നിങ്ങൾ കൂടി സഹകരിക്കണം, എങ്കിൽ രക്ഷപ്പെട്ട രാജുവിനെ പിടികൂടാൻ പറ്റും. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശ്രീറാംപൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വഴങ്ങിയില്ല. അതോടെ കയ്യിലുള്ള പ്രതി കൂടി രക്ഷപ്പെടുമെന്ന തോന്നലുണ്ടായി പോലീസുകാർക്ക്. പിന്നെ താമസിച്ചില്ല. പിടികൂടിയ വികാസിനെ തൊട്ടടുത്തുള്ള കോടതിയിൽ ഹാജരാക്കി. കോടതി അയാളെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു. അങ്ങനെ കേരളത്തിലെത്തിച്ച വികാസിനെ തിരുവനന്തപുരത്തെ കോടതിയിൽ ഹാജരാക്കി. കോടതി അയാളെ 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. രാജു ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സാഹസികമായ ഒരു ഓപ്പറേഷനായിരുന്നു ശ്രീറാംപൂരിലേത്. വികാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ സംഘത്തിൻ്റെ രീതികൾ പോലീസിന് മനസ്സിലായത്. കവർച്ച നടത്തുന്നതിനു മുൻപ് നടത്തേണ്ട മോഷണത്തെക്കുറിച്ചുള്ള വിശദമായ പദ്ധതികൾ തയ്യാറാക്കും. യാത്രാ ചെലവുകളടക്കം കണക്കുകൂട്ടും. വലിയ മോഷണങ്ങൾ നടത്താനായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഗ്രാമത്തിലുള്ളവരും ഒരേ കുടുംബത്തിലുള്ളവരുമൊക്കെ മോഷണ സംഘത്തിലുണ്ടാകും. മോഷണം മുതൽ തുല്യമായി വീതിക്കും. അതിലൊരു പങ്ക് ഗ്രാമമുഖ്യനുള്ളതാണ്. ഒരു പങ്ക് ഗ്രാമത്തിലെ ക്ഷേത്രത്തിനും കൊടുക്കും. മോഷണത്തിന് മുമ്പായി പൂജ നടത്തുന്നതും പതിവാണ്. പിടിക്കപ്പെടാതിരിക്കാനാണ് അത്ര ഇത്. ഇത്രയും സുരക്ഷയുള്ള വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് കയറിയത്? പോലീസുകാർ വികാസിനോട് ചോദിച്ചു. മുൻവശത്തെ ജനൽ കമ്പി പാര കൊണ്ട് വളച്ചു. ആ ഗ്യാപ്പിലൂടെ കൂട്ടത്തിലുള്ള മെലിഞ്ഞ ഒരാൾ അകത്തു കയറി. ഇതായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള വികാസിൻ്റെ മറുപടി. വീട്ടുകാരെ കെട്ടിയിട്ട് മോഷണം നടത്തി എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ അകത്തേക്ക് കയറിയ മെലിഞ്ഞയാൾ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ട് ജനലിലൂടെ തന്നെ പുറത്തിറങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ, അതായത് ഏകദേശം 2002 വരെ മോഷണം നടത്തിയതിനു ശേഷം വീട്ടുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘത്തിൻ്റെ രീതി. എന്നാൽ കൊലപാതകം ചെയ്താൽ പോലീസിന് അന്വേഷണം ശക്തമാക്കേണ്ടി വരും. കവർച്ച മാത്രമാകുമ്പോൾ മിക്കവാറും തുമ്പുണ്ടാകാറില്ല. ഇനി ഉണ്ടായാൽ തന്നെ അധികം ഗൗനിക്കാറില്ല. പക്ഷേ കൊലപാതകം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ ഒത്തുചേർന്ന് മോഷണത്തിനിടയിൽ കൊലപാതകം നടത്തേണ്ട എന്ന തീരുമാനത്തിലെത്തിയത്. പ്രതികൾ പലരും ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. ആ ഗ്രാമങ്ങളിലാകട്ടെ വൈദ്യുതിയോ റോഡോ ഒന്നും ഉണ്ടാകാറില്ല.
പേരിന് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുമെന്ന് മാത്രം. പ്രതികളെ അന്വേഷിച്ച് പോലീസ് എത്തിയാൽ ആ നിമിഷം അവർ വിവരമറിയും. ഇത്തരം ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് പ്രതികളെ പിടികൂടുന്നത് അതിസാഹസികമായിട്ടാണ്. ഗ്രാമത്തിലുള്ളവരെല്ലാം കൂടി പോലീസുകാരെ വളഞ്ഞെന്നിരിക്കും, തടഞ്ഞു വെച്ചെന്നും വരാം. ചിലപ്പോൾ വെടിവയ്പ് വരെ ഉണ്ടാകും. 8-10 വർഷം മുൻപ് ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ പ്രതികളെ പിടിക്കാനായി ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാർ പോയി. അവിടെ അവരെ ഗ്രാമവാസികൾ നേരിട്ടത് അവർക്ക് നേരെ 100 കണക്കിന് പോത്തുകളെ അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് ഭാഷയറിയാതെ, മതിയായ ആയുധങ്ങളില്ലാതെ, ലോക്കൽ ട്രെയിനുകളിൽ സീറ്റ് കിട്ടാതെ മണിക്കൂറുകളോളം നിന്ന് സഞ്ചരിച്ച് മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസുകാർക്കും ഒറ്റുകാർക്കും കൈക്കൂലി കൊടുത്ത് കേരള പോലീസിലെ പ്രത്യേക സംഘങ്ങൾ പ്രതികളെ പിടികൂടാനായി പലയിടങ്ങളിലും സഞ്ചരിക്കുന്നത്. അവരുടെ കയ്യിൽ ആകെയുള്ളതാകട്ടെ ചങ്കുറപ്പും കരളുറപ്പും മാത്രമാണ്.